കള്ളപ്പരാതികളിൽ 20 വർഷമൊക്കെ കിട്ടിക്കിടക്കുകയാണ്. അത് നാളെ നമ്മുടെ സഹോദരനായിക്കൂടെ, നിങ്ങളുടെ മകനായിക്കൂടെ, നിങ്ങളുടെ ഭർത്താവായിക്കൂടെ? അതുകൊണ്ട് കൃത്യമായി പോലീസ് ഇന്നലെ മെയിൽ ചെയ്ത കംപ്ലൈന്റ് ഞാൻ എടുത്ത് ഫിസിക്കൽ രൂപത്തിൽ കൊടുക്കുകയാണ്. ഞാൻ നടത്താൻ പോകുന്ന പ്രസ് മീറ്റിന്റെ കൃത്യമായ രേഖകളും പോലീസിന് കൊടുക്കുകയാണ്. ഇനിയും ഇൻ കോർട്സ് ആണ്, അതിജീവിതക്കെതിരെ പ്രസ് മീറ്റ് വിളിച്ചൊന്നും പറയരുത്. അതായത് ഇവര് പരാതിക്കാരിയാണ്. ഈ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി നൽകിയതിന് ബഹുമാനപ്പെട്ട സൈബർ പോലീസിനും പൂങ്കുഴലി മാഡത്തിനും പരാതിയുമായി പോവുകയാണ്. IPC 211 BNS 248 ഇതാണ് ചെയ്യാൻ. രാഹുൽ ഇന്നലെ അതിജീവിതയുടെ ഭർത്താവിന്റെ വീഡിയോ എന്ന് പറഞ്ഞ് രാഹുൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഷെയർ ചെയ്തു. ഞാൻ ചെയ്തില്ല. ഇനി അടുത്തത് ഞാനത് ചെയ്തില്ല. അയാളാണ് ചെയ്തത്. ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല. എന്നെ അനുകൂലിച്ച ഒരാൾ വീഡിയോ ഇട്ടതാണ്. ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല. ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയും. ഞാനതിനെ ലൈക്ക് പോലും ചെയ്തില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനതിനെ പക്ഷേ ലൈക്ക് പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് വീണ്ടും എനിക്കെതിരെ കേസ് വരും. ഒന്ന്, ഇവർ അതിജീവിതയല്ല. രണ്ട്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു, രാഹുൽ ഈശ്വറിനോട് മാപ്പ് പറയുന്നു. ആ പയ്യൻ, ആ ചെറുപ്പക്കാരനത് ചെയ്ത ആ ചെറുപ്പക്കാരന്റെ നന്മയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ശക്തമായ ഭാഷയിലാണ്. അത് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എന്റെ നിലയ്ക്ക് വരും. അതുകൊണ്ട് എന്താ അറിയാം, എനിക്കിത് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു നീതി ഈ നാട്ടിൽ വേണ്ടേ? നിങ്ങളെല്ലാം പത്രക്കാരോട് ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുകയാണ്, എന്നെങ്കിലും സത്യവും ധർമ്മവും നീതിയും മനസ്സിൽ വിചാരിച്ചല്ലേ നിങ്ങളെല്ലാം ഈ മാധ്യമപ്രവർത്തനത്തിന് വന്നത്? അങ്ങനെ തന്നെ ആക്ടിവിസം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും നീതി ഈ നാട്ടിൽ വേണ്ടേ? നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞും ലൈംഗിക സെക്ഷലി കളേർഡ് റിമാർക്കുകൾ പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ത് ഉദ്ദേശമാണ്? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ വസ്തുതകൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ നേരെ പോലീസിന് പരാതി കൊടുക്കുകയാണ്. ലീഗലി വെറ്റഡ് പരാതിയാണ്. നമ്മുടെ ഇവിടത്തെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് വെറ്റ് ചെയ്തു. 11:30 പ്രസ് മീറ്റ് ഉണ്ട്. ആ പ്രസ് മീറ്റിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പിയും തരും. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഈ കള്ളപ്പരാതി കൊടുക്കുന്ന പ്രവണത നമുക്ക് അവസാനിപ്പിക്കണം. ഈ കള്ളപ്പരാതി ഞാൻ ആരെയും കുറ്റമായിട്ട് പറയില്ല. ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ഈ നാട്ടിൽ കേസോ വിമർശനവും ഇല്ല. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പുരുഷനെ അധിക്ഷേപിച്ച് റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ ഒരു പരാതിയും കാര്യങ്ങളും ഇല്ല. എത്രയോ പേരെങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം വിളിക്കുന്നു, ശ്രീ ദിലീപിനെ വിളിക്കുന്നു. ആണുങ്ങൾക്ക് പ്രിവിലേജ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ കള്ളപ്പരാതിയിൽ കൊടുക്കാതിരുന്നൂടെ? അതുകൊണ്ടാണ് ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ത്രീപക്ഷ നിയമങ്ങൾ വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ പുരുഷനെ കള്ളക്കേസിൽ കൊടുക്കാതിരിക്കണം. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ. ഒരു സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പോൾ അതില്ലായിരുന്നു. ഞങ്ങളടക്കമുള്ള ടീമിന്റെ ശ്രമഫലം കൂടിയാണ് ദേശീയ തലത്തിൽ ഒരു പുരുഷ കമ്മീഷൻ രാജ്യസഭയിൽ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആപ്പിന്റെ MP ആണ്. പക്ഷെ ഒരു ബില്ലായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും അത് വേണം. കേരള നിയമസഭയിൽ 246 നമ്പർ ബില്ലായിട്ട് നിയമസഭയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ മീഡിയക്കാരെന്ത് പറയും? സ്ത്രീപക്ഷ വിരുദ്ധരായി പോകുമോ എന്ന് പേടിച്ചാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാത്തത്. ഞങ്ങൾ 62 MLA-മാരെ കണ്ടു. കുറച്ചുപേരെ അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളും കണ്ടു. 62 ബഹുഭൂരിപക്ഷം MLA-മാർക്ക് യോജിപ്പാണ്. നിങ്ങൾ മീഡിയക്കാര് എന്തു പറയും? സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കുമെന്ന് പേടിച്ചാൽ അയ്യോ, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, അതിന്റെ ആദ്യത്തെ ഇര എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു. അയ്യോ തീർച്ചയായും എൽദോസ് കുന്നപ്പള്ളിയാണ് സ്വകാര്യ ബില്ലായി കൊണ്ടുവന്നത്. ഇനി ഒരു കൗതുകം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. ഈ ബില്ലിനെ എതിർത്താൽ ആദ്യം ഇന്നല്ല കേട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്നോട് പറഞ്ഞത്. അതായത് ശ്രീ VD സതീശൻ, അദ്ദേഹം അറിയാലോ, അദ്ദേഹം കുറച്ചുകൂടെ ലിബറൽ, എന്താ പറയുന്നത്, അങ്ങനെ ഒരു അദ്ദേഹത്തിന് പുരോഗമനവാദി, അങ്ങനെ പറയാം, അദ്ദേഹം പുരോഗമനവാദിയാണ്. അപ്പൊ അദ്ദേഹം ഇതിനെ അത്ര ആദ്യമേ അനുകൂലിച്ചിരുന്നില്ല. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ VD സതീശനെ വിളിച്ച് ഈ ബില്ല് എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിച്ചാൽ ഞാൻ അതിനെ എതിർത്ത് വോട്ട് ചെയ്യും, അത് വിവാദമാകുമെന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ഈ ബില്ല് തടഞ്ഞത്. ഇത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞാൽ. എനിക്കതിന് വിരോധമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടെ, രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ ഒരു സൗഹൃദവും ഇല്ല. ഞങ്ങൾക്ക് തമ്മിൽ വേറെ ഒരു ബന്ധവുമില്ല. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ അനാവശ്യമായി അയാളെയും ആരെയും വേട്ടയാടരുത്. അരുൺജി ചോദിച്ച ചോദ്യം ഞാൻ മിസ് ചെയ്തു, ക്ഷമിക്കണം. ഇല്ല, പ്രൈവറ്റ് ബില്ല് രാജ്യസഭയിലും പ്രൈവറ്റ് ബില്ലായിട്ട് അവതരിപ്പിച്ചത്. പ്രൈവറ്റ് ബില്ല അല്ല, വോട്ടിംഗ് വേണ്ട. പക്ഷെ അതിനെ പരസ്യമായി എതിർക്കുമെന്ന്. ഇപ്പം പ്രൈവറ്റ് ബില്ലായിട്ടല്ലേ ശശി തരൂർ സാർ മാരിറ്റൽ റേപ്പ് ബില്ല് അവതരിപ്പിച്ചത്? എന്തൊരു ഗതികേടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തില്ല. ഒരു ഭാര്യ 10 വർഷം മുമ്പ് ഭർത്താവിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 7 or 10 വർഷം ജയിൽ കിട്ടും. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നുണ്ടോ? കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. കോടതിയിൽ വൈഫിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും ഒരു 15 വർഷം മുമ്പ് റേപ്പ് ചെയ്തു എന്ന് പറയാൻ.
15 വർഷം മുമ്പ് ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവിനെ 10 വർഷം ജയിലിലടയ്ക്കുന്ന ദുരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതും പ്രൈവറ്റ് ബില്ലാണ്. നമ്മളല്ല, രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ ഒരു പ്രൈവറ്റ് ബില്ലായിട്ട് പുരുഷ കമ്മീഷൻ ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം കൊണ്ടുവന്ന നമ്മൾ കേരളത്തിലാണ്. പക്ഷേ മീഡിയക്കാരെ പേടിച്ചാണ്. ഞാൻ യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പം കമ്മീഷനുകൾക്ക് അതിന്റേതായ പവർ ഉണ്ട്. വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ. ഞാൻ അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് 1.5-2 വർഷം പ്രവർത്തിച്ചതാണ് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. അപ്പോ ഒരു പുരുഷ കമ്മീഷൻ ബില്ല് വേണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ മീഡിയക്കാർക്കടക്കം ഏതെങ്കിലും സ്ത്രീ കൊണ്ട് സൈബർ അധിക്ഷേപം എന്നൊക്കെ പറഞ്ഞ് വേഗമായി ഒരു വകുപ്പ് കൊടുത്താൽ നിങ്ങളും അറസ്റ്റ്, നിങ്ങൾ ബെയില്, ഈ രീതിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ രണ്ടും പ്രസ് നോട്ട് ആദ്യം ഇവിടെ കൊടുത്തിട്ടേ പത്രക്കാർക്ക് കൊടുക്കാവൂ എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അതുകൊണ്ട് ഇത് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ബില്ലുണ്ട്, അകത്ത് കയറി കൊടുക്കുകയാണ്. നിങ്ങൾ പിന്തുണയ്ക്കണം. ഇത് നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. താങ്ക് യു. 11:30 പ്രസ് മീറ്റിൽ കാണാം. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പ്രസ് ക്ലബിലേക്ക് പോവാം. താങ്ക് യു.